ഹലോ ഗായ്സ്, ടി5ൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയാൽ നമ്മുടെ ഒരു കിഡിലും വീഡിയോ ഇട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കി കാണാം, നമ്മളൊരു ഫെറാറി നൈസായിട്ടൊന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ് മേസ് ബാഗിൻ്റെ മേലിൽ. അപ്പോൾ ഇന്ന് നമ്മൾ അടിച്ചു മാറ്റാനല്ല പോണത്, നമ്മൾ ഒരു കാറ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്തായാലും ജ്വല്ലറി വേസ്റ്റ് കഴിഞ്ഞ് പൈസ ഒക്കെ വെറുതെ ഇരിക്കുകയാണല്ലോ. നമ്മൾ ഹെലികോപ്റ്ററൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മേടിക്കാൻ നമ്മൾ കിഡിലും കാറാണ് ഗൈസ്. അത് നിങ്ങൾക്കൊരു സർപ്രൈസാണ്, ഞാൻ അവിടെ എത്തും കാണിച്ചു തരാം. ഓക്കെ, സപ്പോഴാണ് നമ്മൾ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് കാർ ഇരിക്കാനാണ് ഓണർ പറഞ്ഞേക്കണേ കേട്ടോ. ഓ ഗൈസ്, ഇതാണ് ട്രിക്സ് നമ്മുടെ കാർ. കണ്ടൈസ്, ഇതാണ് നമ്മുടെ കാറ്. സൂപ്പറാണ് കേട്ടോ കാറ്. ഇതാ കണ്ടൈസ്, കിഡിലെ കാർ കേട്ടോ. നമ്മൾ നമ്മുടെ കാശ് കൊണ്ട് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വേണം ഈ കാർ വെച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലൈറ്റൊക്കെ നോക്കുക ഗൈസ്, കിഡിലെ സാധനം കേട്ടോ ഗൈസ്. പെയിൻ്റൊക്കെ ഉണ്ടോ സൂപ്പറാന്നൊക്കെ ഉള്ളത്. എൻ്റെ അമ്മ, ഇതാ നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ടോ സൂപ്പറാന്നുള്ളത്. ഓ, നമുക്കൊന്ന് വണ്ടി കയറാം കേട്ടോ. എൻ്റെ അമ്മ ഗൈസ്, ഉൾഭാഗമൊക്കെ നോക്ക്, ഡോർ അടഞ്ഞു കിട്ടുക. ഓഫ്, ലുക്കൊക്കെ ഗൈസ്. താഴെയൊക്കെ ലൈറ്റ് ഉണ്ട് ഗൈസ്, താഴെയൊക്കെ ഫുള്ള് ലൈറ്റ്. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉള്ള വണ്ടിയാണ്. കൊള്ളാട്ടോ, നല്ല ലുക്കൊക്കെ ഉണ്ട് ഗൈസ്. സൂപ്പറാണെന്ന് നമുക്ക് അറിയാമല്ലോ, നല്ല സ്പീഡുള്ള കാറാണ് ഗൈസ്. അപ്പോൾ ഈ കാറിൽ സ്പോർട്സ് മോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഗൈസ്. നമ്മൾ ഈ കാറുണ്ട് എയർപോർട്ടിലേക്ക് പോകട്ടെ ഗൈസ്. ആദ്യം കൂടെ ഓ ലുക്കൊക്കെ ഗൈസ്. ഓ ലൈറ്റൊക്കെ നോക്ക്. ഓ ലുക്കൊക്കെ ഗൈസ്, ഇരുട്ടത്തുള്ള ലുക്കുണ്ട്. താഴെ നിയോൺ ലൈറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ, പിങ്ക് കളർ ലൈറ്റൊക്കെ ഉണ്ട്. ഓ ലുക്കൊക്കെ ഗൈസ്, നല്ല ലുക്കുള്ള കാറാണ്. നമ്പർ 26 എന്നൊക്കെ എഴുതിയിട്ട്. റേസിങ് കാറാണ് ടൈസ്. ഇത് നമ്മുടെ സ്വന്തം കാശ് കൊണ്ട് മേടിച്ചാണ്. നമുക്കെന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല ലുക്കുള്ള കാർ കേട്ടോ. ലൈറ്റൊക്കെ നോക്കുക, ഇതാ താഴെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റൊക്കെ കണ്ടോ, ഫുൾ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട് ലൈറ്റിന്. ഓഫ്, തിളങ്ങണു. ഏതോ ലുക്ക് നോക്കുക ഗൈസ്. വണ്ടി തിള, സൈഡിൽ റിഫ്ലക്ടറൊക്കെ. എനിക്ക് ഈ ലൈറ്റ്, പുറകിലെ ലൈറ്റ് ഇഷ്ടമായിട്ടോ ഗൈസ്. 4 ഉണ്ട്. സൂപ്പറാന്നൊക്കെ ഉള്ള പെയിൻറ്റ് കണ്ടോ. റിവേഴ്സിൻ്റെ ലൈറ്റ്, ബ്രേക്കിൻ്റെ ലൈറ്റ്. ഓഫ്, സീൻ സാധനം കേട്ടോ. നമുക്കിത് എന്തായാലും റോഡിലിട്ട് ഓടിച്ചു നോക്കാം. ആൾക്കാരൊക്കെ ഒരു അഭിപ്രായം നോക്കണ്ടേ. ആൾക്കാരെ എല്ലാവരും കണ്ടോ. നമ്മൾ ഫെറാറി മേടിച്ചപ്പോൾ ആൾക്കാർ ഫോട്ടോ കൊടുക്കാമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നോക്കട്ടെ കേട്ടോ. ഓ, അകംഭാഗം ഗൈസ്. അകംഭാഗത്തെ പെയിൻറ്റ് എനിക്ക് ഇഷ്ടമായിട്ടോ. സൈഡിൽ മീറ്റർ, സ്പോർട്സ് മോഡൊക്കെ ഉണ്ട് ഗൈസ് അവിടെ. ഓഫ്, പെയിൻ്റ് ഉണ്ടാകും ഭാഗത്ത് 2 സീറ്റുള്ളത് സൂപ്പറാന്നൊക്കെ എഴുതിക്കുന്നു. പുറകിൽ നൈട്രോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ലുക്കൊക്കെ സീൻ ലുക്ക് സാധനം കേട്ടോ. നല്ല സ്പീഡുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, റോട്ടിലിട്ട് ഓടിച്ച സീനാണ്. ആൾക്കാരൊക്കെ കാണട്ടെ കേട്ടോ, ആൾക്കാരൊക്കെ കാണട്ടെ. നമുക്ക് ഓരോ മുന്നിൽ കൊണ്ടുവയ്ക്കാം. ചേച്ചി ഫോട്ടോ എടുത്തോ? ചേച്ചി ഇത് ബിൽഡിങ്ങിനാണ് ഫോട്ടോ എടുക്കണം. ചേച്ചി ഈ കാറ്, ചേച്ചി ഈ കാറ് ചേച്ചിക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ല കേട്ടോ. ഇല്ല, അത് കാറിൻ്റെ മേലിൽ കിടന്നുണ്ട് കേട്ടോ. ചേച്ചി ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ലേ. ഇല്ല അവന്. ഓ, ആൾക്കാരെ കണ്ട, കാറുണ്ട്, ആൾക്കാർക്ക് നോക്കിയിട്ടുണ്ട് കേട്ടോ. പേടിച്ചോടുന്നു ഗൈസ്. നമ്മളാർക്കും ഒരു വിലയില്ല കേട്ടോ ഗൈസ്. നല്ല ഇതുണ്ട് കേട്ടോ, തിരിക്കുമ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ നടുവിലെത്തട്ടോ, കാണിച്ചു തരാം. ഈ വണ്ടി കണ്ടോട്ടോ ഗൈസ്. ഞാൻ തിരിക്കുമ്പോൾ ഉണ്ടോ കണ്ടോ ഗൈസ്, നല്ലോണം തിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഓ എൻ്റെ മോനെ ഗൈസ്, കാറിന്ന് കറങ്ങ നോക്കും, പമ്പര കറങ്ങല്ലേ. എൻ്റെ അമ്മ, പ്ലെയിനാ. ഓ ഗൈസ്, നമ്മളോട് എന്തെങ്കിലും അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓ, അതിന് നന്നായി തിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നന്നായി ഡ്രിഫ്റ്റ് ഉണ്ട്. ഏതാ ഡ്രിഫ്റ്റിങ് ഒക്കെ ഗൈസ്, നല്ല സ്പീഡിൽ കാറ്. ഓ ഡ്രിഫ്റ്റ് ഒക്കെ ഗൈസ്, നന്നായി ഡ്രിഫ്റ്റ്. ഓ തൊട്ടായി ഡ്രിഫ്റ്റ്. ഒറ്റ ഞെക്കി വയ്ക്കാൻ മതി ഗൈസ്, അപ്പോൾ ഡ്രിഫ്റ്റ് ആവും. എൻ്റെ അമ്മ, ആൾക്കാരൊക്കെ നമ്മുടെ കാറിന് നോക്കി നിൽക്കുന്നുണ്ട്. റിവർ എന്നൊക്കെ ചോദിച്ചിട്ടോ മുന്നിൽ. ഇത് നമ്മളെ കസ്റ്റം പെയിൻ്റ് കേട്ടോ. ഈ സാധാരണ ഈ കാറ് റെഡ് കളറിലാണ് വരാറ്. പിന്നെ നമ്മൾ പറഞ്ഞ്
പെയിൻ്റ് അടിപ്പിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കിട്ടില്ല ഗൈസ് കാറ്. യാ ബോയ്, എനിക്ക് കാറ് കൊണ്ടിട്ട് ഇത് പുറത്തിട്ടു. ബ്രേക്ക് അത്ര ഇല്ല ഗൈസ്, ബ്രേക്ക് കുറച്ച് കുറവാണ്, എന്നാലും ഹാൻഡിലാണൊക്കെ ഉണ്ട്. സ്പീഡോമീറ്റർ ഉണ്ട് ഗൈസ്. അകംഭാഗമൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ട്, നല്ല പെയിൻ്റ് അകംഭാഗത്തൊക്കെ. നല്ല ഇതുണ്ട് കേട്ടോ, ലുക്കുണ്ട്, കിട്ടില്ല ലുക്ക് കണ്ട. എനിക്ക് ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഗൈസ്. പുറകിൽ ലൈറ്റ്, പിന്നെ ഇരുട്ടത്തൊക്കെ ഓടിക്കുമ്പോൾ നല്ല ലുക്ക്, പക്ക ലുക്കുണ്ട്. നമുക്കിനി കാറ് കൊണ്ടിട്ടേ എയർപോർട്ടിൽ ഇടാട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. ഓ ഗൈസ്, അവർ പറഞ്ഞ ഗൈസ്, നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാട്ടില്ല, സൗണ്ട് കുറച്ചുണ്ടാവും ഗൈസ്. ഗൈസ് അവർ പറഞ്ഞ കിട്ടില്ല കാരണം ഗൈസ്, പറഞ്ഞ നല്ല ലുക്കിന് ഗൈസ്. പോലീസുകാർക്കെങ്കിലും ഒരു വില ഉണ്ടല്ലോ ഗൈസ്. ഇങ്ങനത്തെ ഒക്കെ പോലീസുകാരാണ് വേണ്ട ഗൈസ്. മറ്റേ പോലീസുകാരൊക്കെ ജനങ്ങളടിച്ച് കൊന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ പോലീസുകാരൊക്കെ നല്ലത്. ജനങ്ങൾക്കൊരു വിലയില്ലെങ്കിൽ എന്താ പോലീസിന് വിലയില്ല. ഈ വഴി നമുക്ക് ഇറങ്ങാം കേട്ടോ, ഈ വഴി ഇറങ്ങാൻ തോന്നുന്നു. ചാടിക്കോ. ആ പെർഫെക്റ്റ് ലൈൻ. ഇവിടുന്ന് നേരെ പോയ പണി കിട്ടൂട്ടോ. നേരെ പോയ കടലാന്ന് തോന്നുന്നു, മാപ്പിൽ എങ്ങനെ കാണുന്നത്. നേരെ പോയ കടല. ഇപ്പോൾ വെള്ളത്തിൽ വീണേ. ഇപ്പം എങ്ങനെ പകത്തി കയറുക? ഇടിച്ചിടാൻ പറ്റുമോ? ഇടിച്ച് വീണില്ല കേട്ടോ. ഇപ്പുറത്ത് ഗേറ്റ് ഉണ്ടല്ലോ, തുറക്കുമോ? നമ്മളൊന്ന് തുറന്ന് ഇടിച്ച് പൊട്ടിക്കും. ഇല്ല ന്യൂസ്. പോലീസുകാർ വന്നിട്ട് കേട്ടോ. എയർപോർട്ട് എത്തിനകത്ത് ഗൈസ്, എയർപോർട്ട്. സ്പീഡുണ്ട് ഗൈസ്. നോർമൽ സ്പീഡ് 200 പോണ്. ഡോറൊക്കെ തന്നെ തുറക്കുന്നു. നമുക്ക് സ്പീഡൊക്കെ ഗൈസ്. സ്പീഡൊക്കെ ഗൈസ് 200-ലേക്ക് പോകണം. നമുക്കിനി സ്പോർട്സ് മോഡ് എടുക്കാം, അധികം ബോറടിപ്പിക്കണ്ട. ഓക്കെ, നമ്മൾ വണ്ടി സ്പോർട്സ് മോഡ് ഇട്ടിട്ടുണ്ട്. വണ്ടി എടുക്കാൻ പോവാ. എൻ്റെ അമ്മ 300, 400, 500, 540. ഗൈസ്, ഈ കാറ് ഫെറാറിനെക്കാട്ടും സ്പീഡിൽ ഇട്ട ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, 553. നമ്മുടെ ഫെറാറി 36 കണ്ടായിരുന്നു. 500. എൻ്റെ മോനെ ഗൈസ്, ഇത് കണ്ടോട്ടാ, ഡ്രിഫ്റ്റും ഫുൾ ഇതൊക്കെയാണ് റേസിങ് കാറ്. നമ്മുടെ ഫെറാറിനെക്കാട്ടും സ്പീഡിലിട്ട് ഈ കാറിന്. ഏത് 500-ലൊക്കെ വണ്ടി പോണ്. 500 km/h. സ്പീഡൊക്കെ ഗൈസ്. ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ കിട്ടില്ല കേട്ടോ വണ്ടി. ബ്രേക്ക് പിടിച്ച എന്നാളെ ഓർമ്മയുണ്ടല്ലോ വണ്ടി തെറിച്ചു പോയത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് തിരിച്ചിട്ടേ സ്പീഡോമീറ്റർ നോക്കാട്ടോ. എന്തൊക്കെ ഉണ്ടായത്? പോലീസുകാരന്മാരെ കൊണ്ട് തോറ്റുവിട്ട ഗൈസ്. നേരെ നമ്മുടെ കാറും പൊട്ടി ചൊറിയാൻ തുടങ്ങിയിട്ട്. കുറച്ച് കാറുണ്ട് വില. ഡ്രിഫ്റ്റൊക്കെ. പോലീസ് എന്തുള്ള നൈസ്. പോലീസുമാരെ അടിച്ചപ്പുറത്തുണ്ട്. പവറുണ്ടോ? സ്പീഡ് കാണിച്ചിരുന്ന അല്ല നൈസ്. ഡ്രിഫ്റ്റിങ് നോക്ക്. ഡ്രിഫ്റ്റിങ് ഉണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നോളൂ പോലീസുകാർ. അമ്മമാരെ കൊണ്ട് ഭയങ്കര ശല്യമല്ലോ ഗൈസ്. പോടാ ഞങ്ങൾ സൂപ്പറാടാ. നിങ്ങളൊന്നും ഫുൾ സ്പീഡിൽ വന്നാൽ പോലെ എത്തൂലേ. ബെസ്റ്റ് ഉണ്ട് കേട്ടോ. സ്പീഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ വീണിട്ടുണ്ട് കേട്ടോ. സാരില്ല, നമ്മുടെ കാറ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. ഭഗവാനെ, ലോ ഡൗണിലല്ലോ അടിച്ചു പോയാ. ബെസ്റ്റ് ഉണ്ട്. ഫ്രാങ്ക്ലിൻ മാറി മൈക്കിൾ വന്നു. ഇപ്പോൾ നമുക്കിനി ഫ്രാങ്ക്ലിനായിട്ട് വീണ്ടും മാറട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഒറ്റ വണ്ടി പോലും ഇല്ലാട്ടോ ഗൈസ്. നമുക്ക് ഫ്രാങ്ക്ലിനെ കാർ എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മളെന്തായാലും ഫ്രാങ്ക്ലിനുമായിട്ട് കാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ആ എയർപോർട്ടിലേക്കുള്ള എൻട്രിയാണ് തപ്പിക്കൊണ്ട് നിൽക്കുന്നത്. ഈ വഴിയാന്ന് തോന്നുന്നു. ഇതാണ് എയർപോർട്ട്. ഇപ്പം എങ്ങനെ കിടക്കങ്ങോട്? ഇവിടെ വല്ല വഴിയുണ്ടോ?
വഴിയൊന്നും കാണാനില്ല കേട്ടോ. ഇവിടെ ഇപ്പം എങ്ങനെ കിടക്കുക? ഇവിടെ നിന്ന് ചാടിച്ചാലോ ഗൈസ്? നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇവിടെ 3, 2 സൂപ്പർ ഓൺ പവർ സ്റ്റാർട്ട്. ഓ അത് ശരി, ഞാൻ ഇപ്പുറത്തേക്ക് കിടക്കുന്നു വെച്ചേ. ഇനി ഇവിടുന്ന് ഇപ്പം എങ്ങനെ അകത്തേക്ക് കിടക്കുക? ആകപ്പാട് കൊള്ളായ അവസ്ഥയിലാണ് ടേസ്റ്റ് നമ്മൾ നിൽക്കണേ. പെട്ടു ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല കേട്ടോ. ഏതെങ്കിലും അറ്റത്ത് നോക്കട്ടെ, അറ്റത്ത് എന്തോ കാണാണ്ടല്ലോ. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കിടക്കുക? എനിക്ക് തോന്നുന്നു സൈഡിൽ ബീച്ചാണെന്ന് തോന്നുന്നു. ഇരിക്കാൻ പറ്റും. ഇത് പൊളിയുണ്ട് കേട്ടോ. ഇത് പൊളിഞ്ഞാൽ അതെന്താ പൊളിയാത്ത ഷോക്കുണ്ട് തോന്നുന്നു. സൈഡിൽ ബീച്ചാണ് കേട്ടോ. നമുക്ക് ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വണ്ടി ആ സൈഡിൽ കൂടെ ചാടിച്ചെടുക്കാം. ഇതാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ചാടിക്കാൻ പോകണ്ട കൈസ്. ഭഗവാനെ വെള്ളത്തേക്ക് ചാടല്ലേ എന്നൊരു പ്രാർത്ഥന ഉള്ളൂ. ചാടിച്ചോ പോ വേഗം. സ്പീഡ് നമ്മളെ സ്പോർട്സ് മോഡ് ഓഫ് ചെയ്തിട്ടേക്ക്, അല്ലെങ്കിൽ കടലും കഴിഞ്ഞ് പോവും. ചാടിച്ചോ. ഭയങ്കര കഷ്ടമായില്ലോ കൈസ്. ഇപ്പം ഇങ്ങനെ കിടക്കാൻ പറ്റാ. പോലീസ് വന്നു പെട്ടു സാകപ്പാട് മൂഞ്ചിയ അവസ്ഥയായിട്ട് ഇരിക്കുകയാണ്. നമുക്കിത് ഇങ്ങനെയും കയറ്റ എൻ്റെ അകത്തേക്ക്. ഓക്കെ, നമ്മൾ അറ്റവും വാലൊക്കെ പിടിച്ചിട്ട് അവസാനം ആ ഓട്ടയിൽ കൂടെ കയറി നമ്മൾ പോന്നിട്ട് ഈ പോലീസുകാരൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ. നിങ്ങൾ നേരെ ടേസ്റ്റ് തുടങ്ങിയിട്ട് പോലീസുകാർ വേണ്ടക്കുമ്പോൾ തലേക്കറങ്ങുന്നത് നല്ല സുഹൃത്തിനെ പിടിച്ച് താഴെ കിട്ടുന്നുണ്ട് കേട്ടോ. ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റും കൂടി ഉണ്ട്. പൈലറ്റ് അവിടെ ഉണ്ട് കേട്ടോ. എന്തോടാ എല്ലാം ഒറ്റടിക്ക് പോലീസുകാർക്ക് തിരിച്ച് അപ്പുറത്ത് വെട്ടിപ്പോയി. നമ്മളവിടെ കളി കഴിച്ച് പോലീസുകാരെ എന്താ എപ്പോൾ കണ്ടാലും നമ്മളെ പിടിച്ചടിക്കൂട്ടെ. അടുത്ത ഹെലികോപ്റ്റർ കാര്യം പറഞ്ഞ പിടിച്ചിട്ട് എന്തോടാ വാടാ നമ്മൾ പേടിച്ചു കൊടുക്കിട്ട് ഇല്ല. പിന്നെ ഡ്രിഫ്റ്റിങ് ഒക്കെ എനിക്ക് ഡ്രിഫ്റ്റിങ് ഭയങ്കര ഇഷ്ടമായിട്ട് സീൻ സാധനം. ഇവന്മാരെ കൊണ്ടുവന്ന ശല്യം ചാടാ കൊള്ളൊന്നും ഇല്ലാത്ത എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ. ചാടാ പൊട്ടിച്ചോ കറക്റ്റ് കൊള്ളുന്നില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒരുത്തിന് കൊണ്ടുണ്ട്. ഫ്രാങ്ക്ലിൻ്റെ തോക്ക് തീർന്നു ട്രേസിന്. ഈ തോക്ക് വെച്ച് പോകാൻ പറ്റുന്ന ഡൗട്ടാ. ആരൊക്കെടാ വാടാ ഫ്രാങ്ക്ലിൻ്റെ കാറ് വെച്ച് മൂന്നാട്ട് വെച്ചു. എല്ലാം മണ്ടന്മാരാ ട്രേസ് ഇവരെ വെടി വയ്ക്കില്ല. അത് നമ്മളവരെ വെടിച്ചാൽ അവർ വെടി വയ്ക്കില്ല. പിന്നെ അവർ വെടി വയ്ക്കുന്ന കാറിൻ്റെ ടയർ വയ്ക്കുക. അത് ഏറ്റവും വലിയ കുഴപ്പം. നമുക്കിനി ഓട്ടോ റിപ്പയർ ഉണ്ടല്ലോ. കണ്ടാ നിങ്ങൾക്കിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വിളിച്ചിക്കോട്ടോ. അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ പറ്റുമോ? പോലീസുകാരന് പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ? ഇല്ല സൂപ്പറാൻ്റെ അടുത്തത് അത്. ഓഫ് ജസ്റ്റ് മാർക്ഡ്. സൈഡിൽ നിറയെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്രയൊക്കെയാണ്. നിങ്ങളുടെ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തോടെ എനിക്ക് കാണാം. ടാറ്റാ ബൈ.